ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു മിഥ്യാധാരണയാണ് തകർന്നു വീണത്. ഒന്നിനും തകർക്കാൻ കഴിയില്ലെന്ന് അഹങ്കരിച്ചിരുന്ന ഒരു വലിയ വൻമതിൽ, ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ലെന്ന് കരുതിയ, തോൽവി എന്തെന്നറിയാത്ത BJPയുടെ ഭരണകൂടം. അതെ, നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഡൽഹിയിലെ തെരുവുകളിൽ കുലുങ്ങി വിറച്ചത്. ആര് വിചാരിച്ചു ഇങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന്? ഇന്ത്യയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ ഭരണത്തിൽ, ഇത്ര വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പം കേന്ദ്ര മന്ത്രിസഭയെ പിടിച്ചു കുലുക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒരു കാര്യം ഓർക്കാനുള്ളത്, ഈ കഥ തുടങ്ങുന്നത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിന്നല്ല എന്നുള്ളതാണ്, മറിച്ച് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ ഒരുപറ്റം ചെറുപ്പക്കാരുടെ ചോരയിൽ നിന്നുമാണ്. നീറ്റ് പരീക്ഷാ വിവാദവും ചോദ്യപേപ്പർ ചോർച്ചയും പുറത്തു വന്നപ്പോൾ ഭരണകൂടം കരുതിയതെന്താണ്? ഇവർ വെറും വിദ്യാർത്ഥികളല്ലേ, 2 ദിവസം പ്ലക്കാർഡും പിടിച്ച് മുദ്രാവാക്യം വിളിക്കും. വെയിൽ കൊള്ളുമ്പോൾ അല്ലെങ്കിൽ പോലീസ് ഒന്ന് ലാത്തി വീശിയാൽ, കണ്ണീർവാതകം പ്രയോഗിച്ചാൽ ഇവർ ചിതറിയോടും. നാളെ രാവിലെ സ്വന്തം വീടുകളിലെ സുരക്ഷിതത്വത്തിലേക്ക് മടങ്ങി മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കും. ഇതായിരുന്നു സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. അധികാരത്തിൻ്റെ മട്ടുപ്പാവിലിരിക്കുന്നവർക്ക് തെരുവിലെ തീപ്പൊരിയുടെ ചൂട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഡൽഹിയിലെ ജന്തർ മന്ദർ സാക്ഷ്യം വഹിച്ചത് മറ്റൊരു ചരിത്രത്തിനായിരുന്നു. അവിടെ ഒരു പുതിയ തലമുറ, ജനറേഷൻ Z അഥവാ ജെൻസി, തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടാൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിൽ സമരം കൈവിട്ടു പോകുമെന്നും ഈ ജനരോഷം തങ്ങളുടെ അധികാര കസേരകളുടെ കാലൊടിക്കുമെന്നും ഉറപ്പായപ്പോൾ സ്വന്തം മുഖം രക്ഷിക്കാൻ BJPക്ക് ഒരാളെ ബലിയാടാക്കേണ്ടി വന്നു. അതെ, സാക്ഷാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഈ രാജിയോടെ BJP കരുതിയത് പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ്. എന്നാൽ ഈ കുലുക്കം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. കുലുങ്ങില്ലെന്ന് കരുതിയ മന്ത്രിസഭയുടെ ഈ വീഴ്ച ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വിദേശ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഭയപ്പെടുത്തുന്നതും ഉദ്യോഗജനകവുമായ ഒരു കാഴ്ചയായിരുന്നു പുറത്തുനിന്നുള്ളവർക്ക് ഈ സമരമെന്ന്. ഇന്ത്യയിലെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെയും ധർമ്മേന്ദ്ര പ്രധാൻ്റെ അപ്രതീക്ഷിത രാജിയെയും ലോകമാധ്യമങ്ങൾ എങ്ങനെയാണ് കണ്ടത് എന്നറിയുമ്പോൾ ഏതൊരു BJP അനുഭാവിയുടെയും നെഞ്ചിടിപ്പ് കൂടും. ലോകത്തെ വമ്പൻ മാധ്യമ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഈ സംഭവത്തെ വിവരിച്ചത് എന്ന് തീർച്ചയായും നമ്മൾ അറിയേണ്ട കാര്യമാണ്. തുടക്കം തന്നെ റോയിറ്റേഴ്സ് എന്ന ലോകപ്രശസ്ത വാർത്താ ഏജൻസിയിൽ നിന്നാകാം. റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടുകൾ ഒരു ത്രില്ലർ സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ് ഈ സംഭവത്തെ വിവരിച്ചത്. മോദി സർക്കാരിൻ്റെ 3ാം ഊഴത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്നാണ് റോയിറ്റേഴ്സ് ഇതിനെ വിശേഷിപ്പിച്ചത്. അവർ കൃത്യമായി ഒരു കാര്യം ചൂണ്ടിക്കാട്ടി, പൊതുജനങ്ങളുടെയോ പ്രതിപക്ഷത്തിൻ്റെയോ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും വഴങ്ങാത്ത ഒരു സ്ട്രോങ് മാൻ ഇമേജുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ രാജി അംഗീകരിക്കേണ്ടി വന്നത് ഒരു വലിയ സർപ്രൈസ് ആണ്. റോയിറ്റേഴ്സ് വെറുതെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്തത്. അവർ ഈ സമരത്തിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെന്നു. കേവലം ഒരു പരീക്ഷാ തട്ടിപ്പിനപ്പുറം ഇന്ത്യയിലെ യുവാക്കൾ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മയും അവസരങ്ങളുടെ അഭാവവും സാമ്പത്തിക അരക്ഷിതാവസ്ഥയുമാണ് ഇത്ര വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ചതെന്ന് അവർ വിലയിരുത്തി. BJPയെ സംബന്ധിച്ചിടത്തോളം യുവ വോട്ടർമാർ എത്രത്തോളം നിർണായകമാണെന്നും ആ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴാതിരിക്കാൻ ധർമ്മേന്ദ്ര പ്രധാനെ സർക്കാർ എങ്ങനെ ഒരു കരുവാക്കി മാറ്റിയെന്നും റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായി വായിച്ചെടുക്കാം. അടുത്തത് അമേരിക്കൻ മാധ്യമ ഭീമനായ CNN ആണ്. CNN നൽകിയ തലക്കെട്ട് തന്നെ ഭരണകൂടത്തിൻ്റെ ഉറക്കം കെടുത്തുന്നതായിരുന്നു. മോദി സർക്കാരിന് അപൂർവമായ വെല്ലുവിളി. CNN അവരുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, തെരുവിലെ സമരങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു പാരമ്പര്യം ഈ സർക്കാരിനില്ല. എന്നാൽ 10,000-കണക്കിന് യുവാക്കൾ മെഴുകുതിരികളുമേന്തി പോലീസിൻ്റെ ലാത്തിയടിയും കണ്ണീർവാതകവും വകവയ്ക്കാതെ ഡൽഹിയുടെ തെരുവുകളിൽ തമ്പടിച്ചപ്പോൾ സർക്കാർ ശരിക്കും ഞെട്ടി. ഒരു ജനത തങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോടും ഭരണകൂടത്തോടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല. പരീക്ഷാ പേപ്പർ ചോർച്ച മാത്രമല്ല, രാജ്യത്തെ ഭരണനിർവഹണത്തിലെ പാളീച്ചകളും യുവാക്കളുടെ സാമ്പത്തിക ഉത്കണ്ഠകളും ഈ പ്രക്ഷോഭത്തിൽ അലയടിക്കുന്നുണ്ടെന്ന് CNN ലോകത്തോട് വിളിച്ചു പറഞ്ഞു. രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് ഏറ്റ വലിയൊരു മങ്ങലായി അവർ ഇതിനെ ചിത്രീകരിച്ചു. ഇനി നമുക്ക് ബ്രിട്ടനിലേക്ക് പോകാം. BBC ഈ സംഭവത്തെ കേവലം ഒരു വാർത്തയായിട്ടല്ല, മറിച്ച് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായിട്ടാണ് അവതരിപ്പിച്ചത്. സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി മുന്നേറ്റങ്ങളിൽ ഒന്ന് എന്നാണ് BBC ഇതിനെ വിശേഷിപ്പിച്ചത്. അവിടെ തീർന്നില്ല അവരുടെ നിരീക്ഷണങ്ങൾ. 1970-കളിൽ ഗുജറാത്തിൽ ആരംഭിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആകെ മാറ്റിമറിച്ച നവനിർമ്മാൺ പ്രസ്ഥാനത്തോടാണ് BBC ഈ സമരത്തെ ഉപമിച്ചത്. ചരിത്രത്തിൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയപ്പോഴൊക്കെ ഭരണകൂടങ്ങൾ താഴെ വീണിട്ടുണ്ടെന്ന മുന്നറിയിപ്പും BBC നൽകുന്നുണ്ട്. CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവജന സംഘടനയുടെയും അതിൻ്റെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെയും നേതൃത്വത്തിൽ നടന്ന ഈ സമരം അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. ഈ യുവരോഷം ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുമോ അതോ കാലക്രമേണ കെട്ടടങ്ങുമോ എന്ന ചോദ്യവും BBC അവരുടെ റിപ്പോർട്ടിൻ്റെ അവസാനം ബാക്കി വയ്ക്കുന്നുണ്ട്.
ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഈ തീ അണയ്ക്കാനുള്ള സർക്കാരിൻ്റെ ഒരു ഡാമേജ് കൺട്രോൾ മാത്രമാണെന്ന് അവർ അടിവരയിട്ട് പറയുന്നു. എന്നാൽ ലോകമാധ്യമങ്ങളിൽ ഏറ്റവും വ്യത്യസ്തവും രൂക്ഷവുമായ വിമർശനം ഉന്നയിച്ചത് ദ ഗാർഡിയനാണ്. ഗാർഡിയൻ അവരുടെ റിപ്പോർട്ടിൽ സർക്കാരിൻ്റെ വീഴ്ചകളെക്കാൾ കൂടുതൽ ഇന്ത്യയിലെ സെലിബ്രിറ്റികളുടെയും സൂപ്പർ താരങ്ങളുടെയും മൗനത്തെയാണ് കീറിമുറിച്ചത്. ഫോക്കസ് ഓൺ സെലിബ്രിറ്റി സൈലൻസ് എന്നതായിരുന്നു അവരുടെ ആംഗിൾ. ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് സംഭവിച്ചാലും ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായി എത്തുന്ന ഇന്ത്യയിലെ വലിയ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും തങ്ങളുടെ സ്വന്തം രാജ്യത്തെ വിദ്യാർത്ഥികൾ തെരുവിൽ ചോരയൊലിപ്പിച്ച് നിൽക്കുമ്പോൾ കാണിച്ച ഭീരുത്വത്തെ ഗാർഡിയൻ നിശിതമായി വിമർശിച്ചു. തങ്ങളെ ആരാധിക്കുന്ന, തങ്ങളുടെ സിനിമകൾക്ക് ടിക്കറ്റ് അടിക്കാൻ ക്യൂ നിൽക്കുന്ന അതേ ചെറുപ്പക്കാരെ പോലീസ് തല്ലിച്ചതച്ചപ്പോൾ, കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോൾ ഈ താരങ്ങളെല്ലാം എവിടെയായിരുന്നു ഒളിച്ചിരുന്നത്? പ്രക്ഷോഭകരുടെ ഈ രോഷം ഗാർഡിയൻ കൃത്യമായി ഒപ്പിയെടുത്തു. സമരം വിജയിക്കുമെന്ന ഘട്ടത്തിൽ മാത്രം മാളത്തിൽ നിന്ന് പുറത്തു വന്ന ചില താരങ്ങളുടെ ഇരട്ടത്താപ്പും അവരുടെ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. ബോളിവുഡ് നടി സോനാക്ഷി സിൻഹയെപ്പോലെയുള്ളവർ വൈകിയാണെങ്കിലും ഈ ജനറേഷൻ സെഡിൻ്റെ പോരാട്ട വീരത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നതും വിദേശ മാധ്യമങ്ങൾ വാർത്തയാക്കി. അറബ് ലോകത്തെ പ്രമുഖ വാർത്താ ശൃംഖലയായ അൽ ജസീറയാകട്ടെ ഈ സമരത്തെ കുറെ കൂടി വിശാലമായൊരു കോണിലൂടെയാണ് നോക്കിക്കണ്ടത്. സർക്കാരിനെതിരെയുള്ള പൊതുജന വിയോജിപ്പിൻ്റെ ഏറ്റവും ദൃശ്യമായ പ്രകടനം എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത്. സർക്കാരും ഇന്ത്യയിലെ പുതിയ തലമുറയും തമ്മിൽ രൂപപ്പെട്ടിട്ടുള്ള വലിയൊരു വിടവ് അവർ ചൂണ്ടിക്കാട്ടി. യുവാക്കളുടെ ഭാഷയും വികാരവും മനസ്സിലാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. തുടക്കത്തിൽ ഇതൊരു ചെറിയ പ്രശ്നമായി കണ്ട ഭരണകൂടത്തെ യുവാക്കൾ എങ്ങനെയാണ് മുൾമുനയിൽ നിർത്തിയതെന്നും ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഭരണകൂടം എങ്ങനെയാണ് ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെട്ടതെന്നും അൽ ജസീറ വിശദീകരിക്കുന്നു. തങ്ങളുടെ ഒരു മന്ത്രിയെ രാജിവെപ്പിച്ച് തലയൂരാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും ഭരണകൂടത്തിൻ്റെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണിതെന്ന് അവർ ലോകത്തെ അറിയിച്ചു. പാശ്ചാത്യ മാധ്യമങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും ഡൽഹിയിലെ ഈ ഭരണകൂട വിറയൽ വലിയ ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത്. പാകിസ്ഥാനിലെ പ്രമുഖ മാധ്യമമായ ഡോൺ പത്രത്തിൻ്റെ തലക്കെട്ടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അസ്ഥിരതയാണ് ലക്ഷ്യം വെച്ചത്. ഒരിക്കലും തോൽക്കില്ലെന്ന് കരുതിയ, പ്രതിപക്ഷത്തെപ്പോലും നിഷ്പ്രഭമാക്കിയ നരേന്ദ്രമോദിയുടെ ഉരുക്കുമുഷ്ടിക്ക് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അയവ് വന്നത് പാക് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി. മോദി പ്രഭാവം മങ്ങുന്നുവോ എന്ന ചോദ്യമാണ് അവർ ലോകത്തിന് മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തത്. ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ BJPക്കേറ്റ വലിയൊരു പ്രഹരമായാണ് പാകിസ്ഥാൻ ഇതിനെ വിലയിരുത്തിയത്. അതേസമയം ബംഗ്ലാദേശിലെ ദ ഡെയിലി സ്റ്റാർ ഈ പ്രക്ഷോഭത്തെ മറ്റൊരു തലത്തിലാണ് കണ്ടത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ വലിയൊരു ചരിത്രമുള്ള ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ ഇന്ത്യയിലെ ജനറേഷൻ സെഡിൻ്റെ ഈ വിജയത്തെ വാനോളം പുകഴ്ത്തി. തോക്കുകൾക്കും ലാത്തികൾക്കും തോൽപ്പിക്കാനാകാത്ത യുവത്വത്തിൻ്റെ കരുത്താണ് ജന്തർ മന്ദിറിൽ കണ്ടതെന്ന് അവർ എഴുതി. ഒരു ഭരണകൂടം തങ്ങളുടെ യുവതയോട് ഏറ്റുമുട്ടിയാൽ അവസാനം പരാജയം സമ്മതിക്കേണ്ടി വരും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ ഈ രാജ്യത്തെ ചിത്രീകരിച്ചത്. ഇനി നേപ്പാളിലേക്ക് വന്നാൽ ദ കാഠ്മണ്ഡു പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചത് വിദ്യാഭ്യാസ മേഖലയിലെ ഇന്ത്യയുടെ വലിയ തകർച്ചയാണ്. കാരണം നേപ്പാളിൽ നിന്നടക്കം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ഉപരിപഠനത്തിനായി ഇന്ത്യയെ ആശ്രയിക്കുന്നത്. നീറ്റ് പരീക്ഷാ വിവാദവും അതിനെ തുടർന്നുണ്ടായ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള വിശ്വാസ്യതയെ പൂർണ്ണമായും തകർത്തുവെന്ന് അവർ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് പോലും നീതി ലഭിക്കാത്ത അവസ്ഥയിൽ പുറത്തുനിന്നുള്ളവരുടെ ഗതി എന്താകുമെന്ന ചോദ്യമാണ് നേപ്പാൾ മാധ്യമങ്ങൾ ഉയർത്തിയത്. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ നോക്കിയാലും ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ രാജി BJP സർക്കാരിൻ്റെ മുഖത്തേറ്റ വലിയൊരു അടിയായിട്ടാണ് മാധ്യമങ്ങൾ വിലയിരുത്തിയത്. ഈ വിദേശ മാധ്യമ വാർത്തകളെല്ലാം നമ്മളോട് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. ഇന്ത്യയിലെ ഭരണകൂടം എത്രത്തോളം ശക്തമാണെന്ന് അവകാശപ്പെട്ടാലും യുവജനങ്ങളുടെ ഒരുമയ്ക്ക് മുന്നിൽ ഏത് വൻമതിലും തകർന്നു വീഴും. വിദ്യാർത്ഥികളെ വെറും കുട്ടികളായി കണ്ട് അവഗണിച്ചാൽ, അവരുടെ അവകാശങ്ങൾക്ക് മേൽ കുതിര കയറിയാൽ അതിൻ്റെ പ്രത്യാഘാതം ഒരു മന്ത്രിയുടെ രാജിയിലോ ഒരു സർക്കാരിൻ്റെ പതനത്തിലോ ആകും അവസാനിക്കുക. ലോകമാധ്യമങ്ങൾ മുഴുവൻ ഈ സംഭവം ഒരു ത്രില്ലർ സിനിമ കാണുന്നത് പോലെയാണ് നോക്കിക്കണ്ടത്. ഇന്ത്യയിലെ ഒരു പരീക്ഷാ പേപ്പർ ചോർച്ച ലോകരാജ്യങ്ങളുടെ പ്രധാന വാർത്താ തലക്കെട്ടുകളായി മാറിയെങ്കിൽ അത് ആ വിദ്യാർത്ഥികളുടെ പോരാട്ടത്തിൻ്റെ തീവ്രത കൊണ്ടാണ്. കുലുങ്ങില്ലെന്ന് കരുതിയ BJPയും കേന്ദ്രമന്ത്രിസഭയും ശരിക്കും കുലുങ്ങി വിറച്ചു. ആ കുലുക്കം ലോകം മുഴുവൻ അലയടിക്കുകയും ചെയ്തു. അതെ, ഈ ചെറുപ്പക്കാർ വെറും കുട്ടികളല്ല, അവർ നാളെയുടെ ഇന്ത്യയാണ്. അവരെ തൊട്ടാൽ കൈ പൊള്ളുമെന്ന് ലോകം മുഴുവൻ അറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു മന്ത്രിയെ ബലിയാടാക്കി രക്ഷപ്പെടാമെന്ന സർക്കാരിൻ്റെ വ്യാമോഹങ്ങൾക്കപ്പുറം വിദ്യാഭ്യാസ രംഗത്ത് അടിയന്തരമായി നടപ്പിലാക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള വലിയൊരു ചോദ്യം ഈ യുവതലമുറ ബാക്കി വയ്ക്കുന്നുണ്ട്. രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെട്ട ഈ സാഹചര്യത്തിൽ ഇനി വരും നാളുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയവും ഭരണകൂടവും പുതിയ തലമുറയെ എങ്ങനെ നേരിടുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ഇനിയും ഇത്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ സമയം അതിന് ഉത്തരം നൽകും. അതുവരെ ലോകത്തിൻ്റെ കണ്ണുകൾ ഇന്ത്യയിലെ ഈ യുവത്വത്തിന് നേരെ തന്നെയായിരിക്കും.